Hi everyone, welcome to this session from the One Degree Change Club. ഇന്ന് വൺ ഡിഗ്രി ചേഞ്ച് ക്ലബ്ബ് അവതരിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു 5 സിമ്പിൾ സ്റ്റെപ്സ് കൊണ്ട് എങ്ങനെ ഈസി ആക്കി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. എന്തായാലും ക്രിസ്മസ് എക്സാംസ് ഒക്കെ വരികയാണ്. ഇപ്പോൾ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ എങ്ങനെ നടത്തുന്നുണ്ട്? പാരൻസ് നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസ്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ട്രെയിനേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് അഫർമേഷൻസ്, ജേർണൽസ്, അങ്ങനെ ഒരുപാട് മോട്ടിവേഷൻസ് ഒക്കെ നടത്തുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. ഇതിൽ വരുന്ന എല്ലാ സെഷൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഈ സെഷൻസിലൂടെ ഒക്കെ മാത്തമാറ്റിക്സിന് ഈസി ആക്കാനുള്ള ഒരുപാട് ടിപ്സ് ഉണ്ട്. പ്രൊഡക്റ്റീവ് റൂട്ടീൻസ് പറയുന്ന ഞങ്ങളുടെ കോൺഷ്യസ് ലിവിങ് കോച്ച് ഉണ്ട്. അതുപോലെ അഫർമേഷൻസ് പോസിറ്റീവ് ആക്കാനുള്ള ഞങ്ങളുടെ സ്വന്തം വെൽനസ് കോച്ചുകളുണ്ട്. അതുപോലെ സജിത മാം ഉണ്ട്. അങ്ങനെ ഒരുപാട് ട്രെയിനേഴ്സ് ഉള്ള ഈ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും ഒരു വാം വെൽക്കം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, ഈ സബ്ജക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയെന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് ഓർ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് ഇൻ മാത്സ്. അതായത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പ്രാക്ടീസും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് എഫേർട്ടൊക്കെ ഇട്ടാൽ നടക്കുന്ന കാര്യമാണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ ഉപരി നിങ്ങളുടെ മൈൻഡ് സെറ്റിനാണ് എല്ലാത്തിലും ഇത് മാറ്റർ ചെയ്യുന്നത്. എന്തുകൊണ്ട് എപ്പോഴും ഒരു കുട്ടി മാത്സ് എടുക്കുമ്പോൾ ടഫാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് എടുത്തു കഴിഞ്ഞാൽ മാത്സ് ഒരിക്കലും എളുപ്പമാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഒരിക്കലും ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് ചാലഞ്ചസ് ഉള്ള ഇതാണ് ലൈഫ്. അതെന്ന് വലിയവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാതെ കൂളായി നടക്കുന്നവരാണ്. പക്ഷേ വലിയവർ, ഞാനും പണ്ട് ചെറുപ്പത്തിൽ വിചാരിച്ചത്, എൻ്റെ ഉമ്മാനെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഉമ്മാക്കൊക്കെ ഒന്നുമില്ല, പഠിക്കാനൊന്നുമില്ല, ഒരു പേടിയില്ലാതെ നടക്കണം, ഉമ്മാക്ക് ഉമ്മയുടെ ലൈഫൊക്കെ ഈസിയാണ്. പക്ഷെ പഠിക്കാനുള്ള ഞങ്ങൾക്ക് ഭയങ്കര ഒരുപാട് മാത്സ് ഒക്കെ എന്തോരം പഠിക്കണം, എന്തെല്ലാം ഫോർമുലാസ് ഒക്കെ പഠിക്കണം. പക്ഷെ അത് നമ്മുടെ മൈൻഡ് സെറ്റ്, അവിടെ മൈൻഡ് സെറ്റ് റിയലി മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് ഒന്നും അല്ലായിരുന്നു പ്രശ്നം. ലൈഫിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്നത് അതിനേക്കാളും ടഫ് ചാലഞ്ചസ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മാത്സ് അത്ര വലിയൊരു പേടിക്കാനുള്ള സബ്ജക്റ്റ് ഒന്നല്ല. ആ ഒരു ഫിയർ നിങ്ങൾ ആദ്യം മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ. പിന്നെ ഏതൊരു സബ്ജക്റ്റും പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഷൻ വേണം. അതിപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സയൻസ് സബ്ജക്ട്സ് പൊതുവെ ഈസി ആയിരുന്നു. പക്ഷേ ഈ എക്കണോമിക്സ്, പൊളിറ്റിക്സ് അതൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് കുറച്ച് ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യും. അതെനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും എനിക്ക് ആവശ്യം വന്നു. കാരണം എക്കണോമിക്സ് എന്ന് പറയുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതില്ലാതെ നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കണം. ഫിനാൻഷ്യൽ ലിറ്ററസിയും നമുക്ക് അത്യാവശ്യമുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അത് നിങ്ങളിപ്പം പഠിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ ഫിയർ ആയതുകൊണ്ട് ആ മാത്തമാറ്റിക്സിനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊരു പാഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾക്കൊരു ഒരുപാട് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് സർക്കിൾസിൽ ഒരുപാട് ബ്രൈറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹൈ ടോപ്പ് ഗ്രേഡ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അവരിൽ നിങ്ങൾ നോക്കുന്നുണ്ടാവുക എപ്പോഴും ഈ മാത്സിൽ ഹൈ സ്കോർ മേടിക്കുന്ന കുട്ടികളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യും. അതല്ല അവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ച് പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് മറ്റുള്ള അൺനെസസറി ഡീറ്റെയിൽസ് ഒക്കെ ഡിഗ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പം നിങ്ങൾ കുറച്ച് പഠിച്ച് അല്ലെങ്കിൽ ഇന്നൊരു ഒരുപാട് ചാപ്റ്റർ, ഇപ്പോൾ 9th സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അവർക്ക് റിയൽ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സർക്കിളിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അവർ എത്ര ആ ഒരു ചാപ്റ്ററിൽ എത്ര അവർ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഫോക്കസ് ചെയ്ത് അതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഇമോഷണലി ഡൗൺ ആക്കാതിരിക്കുക. അതുകൊണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ്, അവരെത്ര പഠിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങൾ ഇമോഷണലി തകർക്കും. അതുകൊണ്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് അവിടെ തകരുകയാണ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും ഡെവലപ്പ് ചെയ്ത് നടക്കുക. ഈ മാത്സിൻ്റെ അങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങൾ കൊണ്ടു നടക്കുക. നെക്സ്റ്റ് വൺ, ഇവിടെ പാരൻസിന് ഒരു നല്ല റോളുണ്ട് മാത്തമാറ്റിക്സിൽ ഫിയർ ഉണ്ടാവാൻ. എന്താണെന്ന് വെച്ചാൽ പാരൻസ് എന്ത് ചെയ്യും, എൻ്റെ വീട്ടിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അനിയത്തിക്ക് എനിക്ക് മാത്തമാറ്റിക്സ് അത്ര ടഫ് അല്ല എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് ഞാൻ പിന്നെയും മാത്തമാറ്റിക്സ് ഇഷ്ടത്തോടെ പഠിക്കുന്ന സബ്ജക്റ്റാണ്. പക്ഷെ എൻ്റെ അനിയത്തി അത്രയും മാത്സ് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യും, മോളോട് പറയും ഞാൻ മാത്സിൽ വീക്ക് ആയതുകൊണ്ട് എൻ്റെ മോൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവളത് മോൾക്ക് കൊടുക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അവൾ വഴി അത് നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് കൊടുക്കണം. അവിടെ ഒരു നെഗറ്റീവ്
മൈൻഡ് സെറ്റ് അവർക്ക് കൊടുക്കുന്നത്. മക്കൾക്ക് നമ്മൾ പാരൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സിലും പ്രാക്ടീസിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള ഡെവലപ്മെന്റ് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. പിന്നെ പോസിറ്റീവ് ഫ്രെയിമിങ്. ഇപ്പം നിങ്ങൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുത്തും, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ പോകണം, എക്സാമിനൊക്കെ നിങ്ങൾ ചിലപ്പോൾ തോറ്റിട്ടൊക്കെ ഉണ്ടാവും, ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടാവും, മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഒരുപാട് വഴക്കൊന്നും പറയാതെ എപ്പോഴും അത് പോസിറ്റീവായിട്ടൊരു അപ്രോച്ചോട് കൂടി അവരെ പറയുക, അടുത്ത എക്സാമിന് നന്നായിട്ട് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് എഴുതാം. അങ്ങനെയൊക്കെ ജസ്റ്റ് പോസിറ്റീവ് ഒരു അപ്രോച്ചോട് കൂടി കുട്ടികളെ ചാലഞ്ചസ് ഫേസ് ചെയ്യാനും മിസ്റ്റേക്സ് ഓവർകം ചെയ്യാൻ അവരെ സഹായിക്കുക, സപ്പോർട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണലി ഒരു സപ്പോർട്ട് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ട്യൂഷൻസ് കൊടുക്കാം, നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂട്ടറിങ് സപ്പോർട്ട്സ് ഉണ്ട്, ഒരുപാട് ഓൺലൈൻ ട്യൂഷൻസ് മാത്തമാറ്റിക്സിന് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവരെ പോസിറ്റീവ്ലി ഒന്ന് എൻഗേജ് ചെയ്യാം റിയൽ ലൈഫിലായിട്ട്. ഇപ്പോൾ മാത്സ് ഇല്ലാത്തെന്ന് പറയുന്നത് എവിടെയും, ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് വിടുന്ന ഒരു കുട്ടിക്ക് അറിയാം ഒരു ബാലൻസ് എത്ര എമൗണ്ട് കളക്ട് ചെയ്യണം, അത് അവരെ ഇത്ര തന്നെ മേടിക്കണം എന്ന് അവർ പറഞ്ഞു കൊടുക്കുക. എത്ര വരും മോനെ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. അവരോട് അങ്ങനെ ഒരു പൊളൈറ്റ് വേയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മോനെ ആ ഷോപ്പിലൊക്കെ വിടുന്ന ഒരു മോനാണെങ്കിൽ ആ മോനോട് അങ്ങനെ ചോദിച്ചു വിടാം. പെൺകുട്ടികളാണെങ്കിൽ ഇത്ര എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, ഒരു കുക്കിങ്ങിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ഇത്ര ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ക്യാരറ്റ് ഉണ്ടാവും, ജസ്റ്റ് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സബ്ട്രാക്ഷൻ പഠിക്കാൻ, ഒരു ബേസിക് കൺസെപ്റ്റ് പോലും അറിയാത്ത കുട്ടിക്ക് സബ്ട്രാക്ഷനും അങ്ങനെ അഡീഷനും എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും അതുപോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ബേസിക് കൺസെപ്റ്റ്സ് അത് റിയൽ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് അവർക്ക് അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, മാത്സ് ഒരിക്കലും എന്തല്ല നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല. സോഷ്യൽ, സയൻസും അതുപോലെ ഏതൊരു സബ്ജക്ട്, പിന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും കുറച്ച് എന്തെങ്കിലും ഇക്വേഷൻസ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതല്ലാതെ സോഷ്യലാണെങ്കിലും ലാംഗ്വേജസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് കുറേ പഠിക്കാം. ആ എൻ്റെ അനിയത്തിൻ്റെ മോളെ തന്നെ എക്സാം എടുക്കും, അവൾ സോഷ്യൽ എത്ര കട്ടിയുള്ള വേർഡ്സ് ആണെങ്കിലും അവൾ പഠിച്ചെടുക്കും. പക്ഷെ മാത്സ് അവൾ മാറ്റി വെക്കും. അതെന്താണെന്നറിയോ, മാത്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് അവൾ എടുക്കുന്നത്. പ്രാക്ടീസ് ആൻഡ് കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവണം. നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൺസെപ്റ്റ്സിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് എന്താണ്, ഓക്കെ ഇപ്പോൾ ക്വാഡ്രിലാറ്ററൽസ്, ഓക്കെ ക്വാഡ്രിലാറ്ററൽസ് 4 സൈഡ്സ് ഉള്ളതാണ്. ഇനി ക്വാഡ്രിലാറ്ററൽസ് 4 ഈക്വൽ സൈഡ്സ് ആണെങ്കിൽ അതൊരു സ്ക്വയർ ആണ്. ഇങ്ങനത്തെ കൺസെപ്റ്റ്സ്, അത് 2 ഈക്വൽ സൈഡ്സ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും അങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്റർ ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനത്തെ ബേസിക് കൺസെപ്റ്റ്സ് നമുക്കും അറിയാം, അത് പാരൻസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതും അറിയാത്ത കുട്ടികളുണ്ടാവും. അങ്ങനത്തെ ബേസിക് അപ്പം നിനക്ക് അറിയൂലടാ എന്നോ ചോദിക്കുന്നതിനേക്കാളും മോനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് പഠിച്ചെടുക്കും. പിന്നെ ഡെയിലി പ്രാക്ടീസ്, നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, മാത്സിന് വേണ്ടി ഒരു ടൈം പ്രാക്ടീസ് ചെയ്യുക. ഒരു മടിയും വിചാരിക്കരുത്. മാത്സ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ടൈമിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഡെയിലി അത് നമ്മൾ ഒരു ടൈം മാറ്റി വെക്കണം കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ കാര്യത്തിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നോക്കണം. കൺസിസ്റ്റൻസി നമ്മൾ മാത്സിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പറയും കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നൊക്കെ എല്ലാ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഏതൊരു കാര്യം ചെയ്യണം, ഇപ്പോൾ ജേർണലിംഗ് ആണെങ്കിലും സജിത മാമൊക്കെ ജേർണലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ജാഫ്രി സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. ഏത് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഏത് കോച്ചും പറയുന്നത് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. ഇതൊക്കെ മെയിനായിട്ട് മാത്സ് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കൺസിസ്റ്റൻസി ഇല്ലാതെ ഈ സബ്ജക്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഈസി ആക്കാൻ പറ്റും. പക്ഷേ ഈ സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഈ കൺസിസ്റ്റൻസി ഏറ്റവും വലിയ കൺസിസ്റ്റൻസി റിയലി മാറ്റേഴ്സ്. നെക്സ്റ്റ് ഇനി എങ്ങനെ ഇത് ചെയ്യും എന്ന് നിങ്ങൾ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ എങ്ങനെ നോക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാത്തൊരു കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് റൂമിൽ നിന്ന് മെയിനായിട്ട് ടീച്ചർ പറയുന്ന സമയത്ത് മാത്സ് ടീച്ചറെ കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പോട് കൂടി നോക്കുന്ന ചില കുട്ടികളുണ്ടാവും. കാരണം മാത്സ് ആണ് ഈ സാധനം എങ്ങനെ പറഞ്ഞ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല, ക്ലാസ് റൂമിൽ ആ സാർ വരുമ്പോൾ തന്നെ ആ സബ്ജക്റ്റ് ഒരു റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ആ ടീച്ചർ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി നോക്കി വെക്കുക. അപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ ആ ടീച്ചറുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനാണ് ടീച്ചർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ടീച്ചറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഒരു മടി വിചാരിക്കാതെ ചോദിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തോ ചമ്മൽ വരുന്ന പോലെ, എന്തോ
ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഡൗട്ട്സ് ചോദിക്കുക. അതൊന്നും നിങ്ങളെ ടീച്ചർ നിങ്ങളെ ഡൗട്ട്സ് തീർക്കാനാണ് അവിടെ നിൽക്കുന്നത്. ഇനി നിങ്ങളെ ടീച്ചർക്ക് നിങ്ങൾക്ക് അത് അത്ര മടിയാണെങ്കിൽ വീട്ടിൽ ഹോം ട്യൂട്ടേഴ്സ് ഉണ്ടാവും. ട്യൂഷൻസ് ഇല്ലാത്ത ആരുമില്ല. ഇനി ഹോം ട്യൂട്ടേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ പാരൻസ് ഉണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അല്ലാതെ അത് നീട്ടി നീട്ടി പ്രോക്രാസ്റ്റിനേഷൻ മോഡിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരാളും പ്രൊമോട്ട് ചെയ്യാത്ത കാര്യമാണ്. നമ്മളെ ഇവിടുത്തെ കോച്ചസ് എപ്പോഴും പറയുന്നതാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും എല്ലാ സെഷൻസിലും പറഞ്ഞു തരുന്നതാണ്. അത് പാരൻസ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുടെ കാര്യത്തിൽ. ഒരിക്കലും കുട്ടികൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, ഈ പഠിക്കാനൊന്നും ഇല്ല എന്നൊക്കെ വീട്ടിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടുത്ത് അന്നത്തെ ഒരു ദിവസം ഒരു മാത്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. മാത്സ് ഒരു 2 പ്രോബ്ലംസ് ഡിവിഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ അവരെ ദിവസവും 2 ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ ഒരു കുട്ടി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാ ദിവസവും പഠിക്കണം. ഒരു 5th സ്റ്റാൻഡേർഡ് വരെ കുട്ടികൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തറവായിട്ടും ഡിവിഷൻ തറവായിട്ട് പഠിക്കണമെങ്കിൽ അവർ ദിവസം വർക്കൗട്ട് ചെയ്യണം. അത് ഒന്നും കൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡൗട്ട്സ് വരുമ്പോൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒരു പൊളൈറ്റ് വേയിൽ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അറിയാത്ത പാരൻസ് ഒന്നും ഇന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഹോം ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് വിടുക. അവർ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് എന്നാ വെച്ചാൽ ആ ട്യൂഷനിൽ പഠിച്ചത് മാത്രമല്ല, ഇനി വീട്ടിൽ വന്നിട്ട് ഹോംവർക്ക് ചെയ്യട്ടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ അവർക്ക് വരികയാണെങ്കിൽ അത് മാറും. അത് കുട്ടികളും ഡെവലപ്പ് ചെയ്തെടുക്കുക. പാരൻസ് അത് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ ഹാഫ് ബേക്ക്ഡ് നോളേജ് കുട്ടികൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് ഒരു ഭാഗത്തും ലീനിയർ ഇക്വേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ x+y എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഇക്വേഷൻസിൻ്റെ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് ഏതാണ്ട് പിന്നെ നേരെ നോക്കണത് ആൻസറിലേക്കാവും. ഇനി അത്രയും സ്റ്റെപ്പ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ വേർഡ് പ്രോബ്ലംസ് ആണ്. വേർഡ് പ്രോബ്ലംസ് കുറച്ച് 2-3 സ്റ്റെപ്പ് ഓക്കെ ആൻസർ എത്താനായിട്ടുണ്ട്. എന്നിട്ട് നേരെ നോക്കുന്നത് ഏതായിരിക്കും, ആൻസറിലായിരിക്കും. അപ്പോൾ അങ്ങനെ സൊല്യൂഷൻസിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു പകുതി അറിവോടെ കൂടി നിങ്ങൾ എവിടെയും പോകരുത്. പകുതി അറിവാണ് മാത്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവും എക്സാമിൻ്റെ സമയത്ത്. കാരണം ആ സ്റ്റക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല, തറവായിട്ട് അതിൻ്റെ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പകുതി അറിവ് വെച്ചിട്ട് അവിടെ പോയിരിക്കണം. ഏത് എക്സാമിനും നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സിൻ്റെ ഏതൊരു കൺസെപ്റ്റ് എടുക്കുമ്പോഴും ഏതൊരു ജോമെട്രി, ഏതൊരു ട്രയാങ്കിൾ, ഇപ്പോൾ ട്രയാങ്കിൾ സം പ്രോപ്പർട്ടീസ് എന്താ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൈത്തഗോറസ് തിയറം എന്താ പഠിക്കുന്നത്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്ത് വന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണല്ലോ ഉത്തരം വരിക, ഉത്തരം ലാസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. പക്ഷേ ആ ക്വസ്റ്റിൻ്റെ എവിടെയെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ മിസ്റ്റേക്സ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താലല്ലേ മനസ്സിലാവും. അവിടെ നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് റൂട്ട് കോസ് കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് എന്താണ് തെറ്റിപ്പോയതെന്നും നിങ്ങൾ എന്താണ് ശരിയാക്കിയതെന്നും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടി ഒരു സ്പേസ് തന്നെ കണ്ടെത്തുക. അതായത് ദിവസവും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഹോംവർക്ക് കുറേ തന്ന ടീച്ചേഴ്സ് ആയിരുന്നു. അതിൽ ഒരു ലോഡ് ഹോംവർക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കിഡ്സിന് ഹോംവർക്ക് കൊടുക്കരുതെന്നാണ്. പക്ഷേ എന്നാലും ഹോംവർക്ക് തരുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുട്ടികൾ കൊടുക്കുന്ന ഒരു നല്ലൊരു കാര്യമായിരുന്നു. കാരണം അവർ പ്രാക്ടീസ് സെഷൻസ്. പക്ഷേ ഇന്ന് ഹോംവർക്ക് കൊടുത്താലും AI ബോട്ടുകളുണ്ട്, ChatGPTക്കോ ഇവർക്കൊക്കെ കൊടുത്ത് അവർ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മക്കളാണ് ജെൻസി കുട്ടികൾ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പ്രാക്ടീസ് സെഷൻസ് മാത്സിൻ്റെ സമയത്ത് AI ബോട്ടുകൾ ഒന്നും അവർ ചെയ്യാതെ അവർ പ്രാക്ടീസ് ലാസ്റ്റ് മിനിറ്റിൽ അവർ പഠിക്കാനിരിക്കും. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാനിരിക്കുമ്പോഴാണ് മാത്സ് ഭയങ്കര ടഫായി പോണത്. മാത്സ് ഒരിക്കലും ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റ് അല്ല. അത് നമ്മൾ നമ്മൾ തിയറി കൺസെപ്ച്വൽ തെറ്റാണ്. അതിൻ്റെ കൺസെപ്റ്റ്സ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ബ്ലോക്ക് ചെയ്യണം. ചിലപ്പോൾ വൈകുന്നേരം വന്നോട്ടെ നിങ്ങൾക്ക് ട്യൂഷന് പോകാത്തവരായിരിക്കും. ചിലപ്പോൾ രാത്രി ഒരു 7 to 8 ആയിരിക്കും നിങ്ങൾ ട്യൂഷൻ ടൈമിങ്. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ അന്ന് പഠിക്കേണ്ട ടോപ്പിക്ക് ഇപ്പോൾ ഏതാണെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. 2-3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു സിമിലർ പാറ്റേൺസുള്ള ടോപ്പിക്സ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ ഈ ഒരു മോഡലിലാണ് പോണത്. അപ്പോൾ നിങ്ങൾക്കൊരു ബോറടി വരും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, ടോപ്പിക്സ് ഒന്ന് സ്വിച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ ഇത്രയും കഴിഞ്ഞ് ഇനി വേറൊരു ടൈപ്പ് മോഡിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയാങ്കിളുടെ ഇതായി തുടങ്ങി. ഈ ടോപ്പിക്കിന് നിങ്ങൾ എന്തിനാണെന്നറിയാം സ്വിച്ച് ചെയ്യുന്നത്, ടോപ്പിക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്സ് വരണുണ്ടോന്ന്. അതായത് നിങ്ങളൊരു ട്രയാങ്കിളിൽ തന്നെ എല്ലാം ട്രയാങ്കിളാണ്, ഓക്കെ റൈറ്റ് ട്രയാങ്കിളിൽ തന്നെ കാര്യങ്ങളാണ്. പക്ഷേ റൈറ്റ് ട്രയാങ്കിൾ എവിടെയെങ്കിലും ഒന്നൊരു ആപ്ലിക്കേഷൻ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റും. CBSE സ്റ്റുഡൻസിനൊക്കെ എല്ലാം ആപ്ലിക്കേഷൻ ലെവൽ അവർ ചോദിക്കണം. അവർക്കൊന്ന്
തിരുത്തി ചോദിച്ച് അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ടോപ്പിക്സിന് എപ്പോഴും സ്വിച്ച് ചെയ്യുക. ഒരു ഫെമിലിയർ പാറ്റേണിൽ വർക്കൗട്ട് ചെയ്യാതെ എല്ലാതും സ്വിച്ച് ചെയ്ത് എല്ലാ ടോപ്പിക്സും ഒന്ന് മാറി മാറി ഒരു ഫെമിലിയർ പാറ്റേണിൽ ചെയ്യാതെ ഒന്ന് മാറി ചെയ്യുക. അങ്ങനെ ടോപ്പിക് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിനും നല്ല അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഏറ്റവും നല്ലതാണ്. ഇനി അപ്പോൾ നിങ്ങളെ മിസ്റ്റേക്സ് ഇവിടെ നമ്മൾക്ക് മിസ്റ്റേക്സ് വരുമ്പോഴാണ് നമുക്കറിയാം നമുക്ക് ഇവിടെയൊക്കെ വീക്കാണ്, ഇതൊന്നും അറിയണില്ല, കുറേ ഭാഗത്തൊന്നും എനിക്ക് മനസ്സിലാവണില്ല, അപ്പം നമ്മൾ എനിക്കിതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ തളർന്നിരിക്കരുത്. നിങ്ങൾ വീക്ക്നെസ് നിങ്ങൾ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങളത് കണ്ടില്ല എന്നടിക്കരുത് ഒരിക്കലും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എവിടെയാണ് കോൺഫിഡൻ്റ്. അപ്പം ചില സമയത്ത് ചിലർ പറയും മാത്സിൽ എനിക്ക് ജോമെട്രി എന്ന് പറയുന്നത് ഇഷ്ടമില്ലാണ്, ബാക്കിയെല്ലാം മാത്സ് ഫസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, മാത്സ് സെക്കൻഡ് ഇഷ്ടമില്ല എന്നൊക്കെ പണ്ട് പറയാം. മാത്സ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ സൈഡായിരുന്നു. മാത്സ് ആ ഒരു ഭാഗം ജോമെട്രി ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് ജോമെട്രി ഇഷ്ടമില്ലാത്ത? അവിടെ ടോപ്പിക്സ് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല. ഈ വരച്ചിട്ടും പാരലൽ ലൈൻസ്, അതുപോലെ ക്വാഡ്രിലാറ്ററൽസ്, ഇങ്ങനെ കുറേ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി, കറസ്പോണ്ടിങ് ആംഗിൾസ്, അങ്ങനെയൊക്കെ എൻ്റെ മോൻക്ക് പഠിക്കാനുള്ള കറസ്പോണ്ടിങ് ആംഗിൾസ് ആൻഡ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഇങ്ങനെ ഒരുപാട് ആംഗിൾസ് വരുമ്പോൾ തന്നെ ആംഗിൾസിൻ്റെ ഒരു കളിയായിരിക്കും. അത് കഴിഞ്ഞാൽ അവരുടെ സം പ്രോപ്പർട്ടി ഉണ്ടാവും, അവരുടെ സൈഡ്സിന് ആഡ് ചെയ്താലെങ്കിൽ അവരുടെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, അത് വരച്ചെടുക്കാൻ, ഇതെല്ലാം വരുമ്പോൾ ആകെ ടോപ്പിക്സ് തമ്മിൽ കൺഫ്യൂഷൻ. പക്ഷെ അതല്ല, അവിടെ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് കോൺഫിഡൻ്റ് അല്ല, അവിടെ നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. അതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സോൾവ് ചെയ്യുക, മറ്റുള്ളവരെ ഉപ്പാനും ഉമ്മാനും കാണിക്കാനല്ല. സ്വന്തമായി സോൾവ് ചെയ്യുക. ഒരു റിയൽ എക്സാം പോലെ ഒരു എക്സാം എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ഒരു ആൻസർ ഷീറ്റും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എക്സാം എൻവയൺമെൻറ്റും കിട്ടും. അപ്പോൾ തെറ്റി എനിക്ക് ഇത്ര മാർക്ക് കിട്ടി അങ്ങനെയൊക്കെ സ്വയം നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു കൺഗ്രാറ്റ്സും കൊടുക്കുക, നിങ്ങൾക്ക് തന്നെ സെലിബ്രേഷനും കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ബ്രേക്കുകളും കൊടുക്കുക, അങ്ങനെയൊക്കെ റെസ്റ്റ് കൊടുക്കുക. ഒക്കെ ഇത്ര പഠിച്ചിട്ടാണ്, ഇത്രയും പഠിച്ചിട്ട് ഞാൻ ജോമെട്രിയിൽ ഇത്രയും അടിപൊളിയായി, ചെറിയൊരു വിന്ന് കിട്ടുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് എന്താ ചെയ്യുക, പൊക്കി പറയുക. കാരണം അതൊക്കെ ഞങ്ങളിവിടെ പോസിറ്റീവ് എമോഷൻസ് കൊടുക്കുന്ന ട്രെയിനേഴ്സിനെ അപ്പോൾ പറഞ്ഞല്ലോ, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ സെലിബ്രേഷൻസിന് പോകും, നമ്മൾ തന്നെ മോട്ടിവേറ്റ്, നമ്മളാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേറ്റർ. ഇതൊക്കെ നമ്മളുടെ ട്രെയിനേഴ്സ് എപ്പോഴും നിങ്ങളോട് പറയുന്നതായിരുന്നു. അതാ നമ്മളുടെ ബെസ്റ്റ് മോട്ടിവേറ്റർ നമ്മൾ സെൽഫാണ്. അപ്പോൾ പാരൻസ് എപ്പോഴും സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കേണ്ടതും ഇതാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ മക്കൾ നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക, മക്കളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ മോട്ടിവേറ്റർ നിങ്ങൾ മാത്രമാണ്. അപ്പം നിങ്ങളെ എപ്പോഴും നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മാത്സ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കുട്ടികൾക്ക് ചിലർക്ക് മെൻ്റൽ മാത്തമാറ്റിക്സ് ഭയങ്കര, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ, മൊബൈലിൽ കാൽക്കുലേറ്റർ ഉണ്ട്, ഇപ്പോൾ മൊബൈലിലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വല്ല റിലൈ ചെയ്യും, AI ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മെൻ്റൽ കാൽക്കുലേഷൻസ് മാത്സിൽ തീരെ ചെറിയ ക്ലാസ്സിൽ, ഇപ്പോൾ 9th പഠിക്കുന്ന ഒരു കുട്ടിയോ 10th പഠിക്കുന്ന കുട്ടിയൊന്നും മെൻ്റൽ കാൽക്കുലേഷൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു വീക്കായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീരും ചെയ്യരുത്. ആ കുട്ടി ഒരു 20ഉം 10ഉം 30ഉം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ 20ഉം ഒരു 12ഉം അപ്പോൾ ഒരു അത്രയും കൂടി കറക്റ്റ് 10ഉം അത്രയും കുറച്ചൊക്കെ ഒരു മെൻ്റൽ കാൽക്കുലേഷൻ ചെയ്യാമെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഒന്ന് ശരിക്കും ചെയ്ത് നോക്കണം. കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഉറപ്പില്ല എങ്കിൽ ഓൾറെഡി നിങ്ങൾ എപ്പോഴും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കുക, ഇത്ര തന്നെ വരണം. അഡീഷൻ ആണെങ്കിൽ പോലും വർക്കൗട്ട് ചെയ്യുക. കാരണം നിങ്ങളെ ഷ്യൂരിറ്റിക്കും നിങ്ങൾ കോൺഫിഡൻസും അത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വരാവുന്ന ഒരു മിസ്റ്റേക്സ്, അതും എക്സാമിൻ്റെ ടൈമിൽ കെയർലെസ് ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് ആണ്. നിങ്ങൾക്ക് ഇത്രയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ കുറേ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത്രയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പേടിക്കും. അതൊരു നെർവസ്നെസ്, ഒരുപാട് ഞാൻ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാണുന്നത് ആദ്യത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ആവും. അപ്പോൾ എന്ത് ചെയ്യുക, ഫോക്കസ് ഓൺ ഈസി ക്വസ്റ്റ്യൻസ്. അതിന് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ശേഷമായിരിക്കും വരുന്നത്. അപ്പോൾ ആ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, ഈസി ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഇതാക്കണം, കിലോമീറ്റർ, മീറ്റർ, സെൻറ്റിമീറ്റർ, കിലോഗ്രാം, ലീറ്റർ, ഇങ്ങനെ കുറേ യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ അങ്ങനത്തെ യൂണിറ്റ്സിനെ എപ്പോഴും ഇഗ്നോർ ചെയ്യാതിരിക്കുക. കാരണം അങ്ങനത്തെ യൂണിറ്റ്സ് മാത്സിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾസിനാണ് ഡിഗ്രി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാത്സിൽ യൂണിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ സാർമാർ ആ യൂണിറ്റ് എഴുതാത്തിന് മാർക്ക് ഫുള്ള് ലാസ്റ്റ് ആൻസറിനുള്ള മാർക്ക് കളഞ്ഞു തരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ അതുവരെ ചെയ്തത് വെള്ളത്തിലാവും, കാരണം ആ ലാസ്റ്റ് ആൻസറിൻ്റെ മാർക്ക് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടീച്ചേഴ്സ് കളയുന്നത് എന്തുകൊണ്ടാണ്, അത് ടീച്ചേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കളയുമ്പോഴാണ് നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ യൂണിറ്റ്സിൽ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് പഠിക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാ ബുക്കും ഇങ്ങനെ മറിച്ച് വിടും, എല്ലാ ബുക്സും ഇങ്ങനെ ജസ്റ്റ് മറിക്കും.
അങ്ങനെ മറിച്ച് വിടുന്ന പോലെ മാത്സ് ഒരിക്കലും മറിച്ച് വിടണ ലാസ്റ്റ് ടൈമിന് എടുത്ത് മറിച്ച് വിടാൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ല. അങ്ങനെ അതുപോലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ജസ്റ്റ് നോക്കിപ്പോവും. അങ്ങനെ നോക്കിയാലൊന്നും എവിടെയും മാത്സ് കിട്ടാൻ പോണില്ല. മാത്സ് ക്വസ്റ്റ്യൻസ് ഇത് ഞാൻ അന്ന് ചെയ്തതാണോ, അന്ന് ചെയ്തതാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചെയ്താൽ കിട്ടാമല്ലോ, ഒന്നും കൂടി ജസ്റ്റ് വർക്കൗട്ട് സോൾവ് ചെയ്യുക, പിന്നെ എക്സാം എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്തു നോക്കുക. അന്ന് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി വീണ്ടും ചെയ്യണം. അന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നാലാണ് മാത്സ് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. മെൻ്റൽ ഷോർട്ട് കട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഫോർമുല ഉണ്ടാക്കുക. എല്ലാ ചാപ്റ്റേഴ്സിനും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സിമിലർ ട്രയാങ്കിൾസ് ഒക്കെ ഉണ്ട് 9th സ്റ്റാൻഡേർഡിലേക്ക്. അവർക്ക് ഒരുപാട് തിയറം ഉണ്ട്, എ തിയറം, എസ് തിയറം, അങ്ങനെ ഒരുപാട് തിയറങ്ങളുണ്ട്. ആ ഫോർമുലാസ് ഒക്കെ ജസ്റ്റ് ഓരോ ചാപ്റ്ററിലും ഓരോ സെറ്റ് ഓഫ് തിയറംസ് ഉണ്ടാകും. ആ ചാപ്റ്ററിൻ്റെ ആ സെറ്റ് ഓഫ് തിയറംസിൻ്റെ ഒരു ഫോർമുല റെഫറൻസ് ഷീറ്റ് തന്നെ നിങ്ങളെ കയ്യിൽ നിങ്ങൾ വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് സമയത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അലേർട്ടാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾ സക്സസ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ വരാൻ പോകുന്ന സക്സസ് എന്നാണ്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആവും. ഞാൻ വീക്കായിരുന്നു, എല്ലാവരും പറയും ഞാൻ മാത്സിൽ തോക്കുന്നവനായിരുന്നു. അങ്ങനെയല്ല. നിങ്ങളപ്പോൾ ഇനി വരാൻ പോണ പരീക്ഷയ്ക്ക് ഞാൻ ഇങ്ങനെ മാത്സിൽ ഫുൾ മാർക്ക് 100 ഔട്ട് ഓഫ് 100 ആണ്, അല്ലെങ്കിൽ 80 ഔട്ട് ഓഫ് 80 ആണ്. ഇവർക്ക് CBSE സ്റ്റുഡൻസിന് 80 കൊടുക്കുക, മറ്റൊരു 100 ആയിരിക്കും, 100 അപ്പോൾ 100 ഔട്ട് ഓഫ് 100 കിട്ടുന്ന ഒരു പീക്ക് ലെവലിൽ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് എന്താ? നിങ്ങൾക്കൊരു മാത്സ് പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങളാകെ സ്ലോ ആണ്, ഒന്നും പ്രോബ്ലംസ് ചെയ്ത് എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ആദ്യം പ്രാക്ടീസിന് സമയത്ത് നിങ്ങൾ ഈ 5 സ്റ്റെപ്സും ചെയ്ത്, ഞാൻ പറഞ്ഞ ഇപ്പം 5 സ്റ്റെപ്സ് കൺസിസ്റ്റൻ്റായി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് എന്തായി മാസ്റ്ററായ സബ്ജക്റ്റിൽ, അതായത് നിങ്ങൾ മാത്സിനെ തന്നെ കീഴടക്കി. മാത്സിനെ കീഴടക്കാൻ ഏത് സബ്ജക്റ്റിനെ നമുക്ക് കീഴടക്കാൻ പറ്റും. അതിൻ്റെതായ ലെവലിൽ അതിനെ ഒരു പാഷൻ, ഞാൻ പറഞ്ഞല്ലോ, പാഷനേറ്റ് നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്താൽ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയി, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആവും. കറക്റ്റായിട്ട് ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആവും. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 5 സ്റ്റെപ്സ് നിങ്ങൾ ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പിന്നെ മാത്സിന് ഏറ്റവും വേണ്ടത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രാക്ടീസ്. പിന്നെ കൺസെപ്റ്റ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഇതിൽ മാത്സിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളെ റിയൽ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോച്ചസ് എല്ലാം പറയുന്ന കാര്യം നമ്മളെ മൈൻഡ് സെറ്റ്, പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്റ്റ്സ്, ക്ലാരിറ്റി ഉണ്ടാവുക, ഇതൊക്കെ മാത്സിൽ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് ലൈഫിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഒരുപാട് നിങ്ങൾക്ക്, പിന്നെ ഇത് നമുക്ക് എഴുതി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ, മാത്സ് പഠിക്കാതിരിക്കുമ്പോൾ ഒരു റഫ് ബുക്കും പെന്നും നിങ്ങളുടെ കയ്യിൽ വേണം, അത് വർക്കൗട്ട് ചെയ്യാൻ. പിന്നെ ഒരു ഹാഫ് ബേക്ക്ഡ് നോളേജ് കുറച്ച് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ആൻസർ ആയി എന്നുള്ള അവസ്ഥയെ നിങ്ങൾ എത്തരുത്. അത് ഫുള്ള് വർക്കൗട്ട് ചെയ്ത് ലാസ്റ്റ് ആൻസർ കിട്ടണവരെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് ഒരു ടൈം നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. അതൊരു ഈവനിങ് ആവാം, ഒരു നൈറ്റ്, നിങ്ങൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് മാത്സിന് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ബ്ലോക്ക് ചെയ്തിടുക. പിന്നെ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ വീക്ക്നെസ്സിന് നിങ്ങൾ അടിമപ്പെടാതെ അതിനെ ഓൺ ചെയ്ത് അതിനെ ഓവർകം ചെയ്യുക, എന്നിട്ട് അതിൽ വർക്ക് ഓൺ ചെയ്യുക. മാത്സ് ഒരു സ്കില്ലാണ്. സ്കിൽ എന്ന് പറയുന്നത് ടാലൻ്റ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. സ്കിൽ എന്ന് പറയുന്നത് ആർക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് മാസ്റ്റർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ ടു ആക്ഷൻ ആയിട്ട് ഞാൻ പറയണത്, അപ്പോൾ ഇന്നത്തോടു കൂടി നിങ്ങൾ തുടങ്ങുമല്ലോ അല്ലേ നിങ്ങളുടെ മാത്സിലെ ജേർണി ഏറ്റവും സൂപ്പർബായിട്ട് നിങ്ങൾ മാത്സിനെ കോൺക്വർ ചെയ്യുന്നുള്ള ഫുൾ പ്രതീക്ഷയോട് കൂടി. ഹു ആർ റെഡി ടു ഗ്രോ വിത്ത് മീ? കമൻസിൽ പറയാട്ടോ. താങ്ക് യു. ഓഡിബിൾ അല്ലേ? Yeah. Radhya, ma'am, thank you so much. Wonderful session. അതായത് ഇതൊരു ശരിക്കൊരു മോട്ടിവേഷണൽ മാത്സ് ക്ലാസ് ആയി. സാധാരണ പിന്നെ നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ നമ്മളെ ടീച്ചേഴ്സൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നത്, അവര് നേരെ വരും, അതിനെക്കുറിച്ചുള്ള എന്താണ് ഇക്വേഷൻസ്, അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ
ഉം. അവര് ഈ സബ്ജക്റ്റിനെ സമീപിക്കുന്നത് തന്നെ വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് വരുന്നത്. പിന്നെ അതെ മാത്സ് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അതിനെ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇതിനെ സമീപിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ പേര് ശരിക്കും എനിക്ക് കിട്ടിയ ഒരു പേര് വെച്ചാല് മാത്തമാറ്റിക്സ് എന്നുള്ളത് മാറ്റിയിട്ട് മൈൻഡ് സെറ്റ് എന്നാക്കേണ്ടി വരും അല്ലെ? ആദ്യം നമ്മൾ ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കണം. അതെ പിന്നെ മൈൻഡ് എന്നാലേ കുട്ടികൾക്ക് പ്രത്യേകിച്ച് രക്ഷിതാക്കള് കുട്ടികൾക്ക് നമ്മളൊരു നല്ല സപ്പോർട്ടാണല്ലോ കൊടുക്കേണ്ടത്. അതെ എന്റെ നിങ്ങൾക്ക് അനിയത്തി തന്നെ ഒരു കഴിയും നെഗറ്റീവ്. കഴിയും അതാണ് ഞാൻ പറയാം, എന്റെ എക്സ്പീരിയൻസ് ആണ്. എന്റെ അനിയത്തി, അവളെ മൂത്ത മോള് ആ മാത്സിൽ കുറച്ച് വീക്കാണ്, എന്നാൽ രണ്ടാമത്തെ മോള് ആ ബ്രൈറ്റ് ആണ്. അപ്പൊ മൂത്ത ആ മോള് വീക്കാകുന്നത് അവള് പറയും, എന്റെ ചെറുപ്പത്തില് ഞാൻ വീക്കായിരുന്നു, അതാണ് എന്റെ മൂത്ത മോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറയും, അവളുടെ മുന്നേ അതങ്ങനെ ആ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും മാറാൻ പോണില്ല. അതെ 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 അതെ, തീർച്ചയായിട്ടും നല്ലൊരു ഏഹ്, തീർച്ചയായിട്ടും നല്ലൊരു ഇൻസൈറ്റ് ആണ് ഇത്. നമുക്ക് വിഷമമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കുറെ ആളുകൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ കുറഞ്ഞ ആളുകൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അപ്പൊ ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾ പരമാവധി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു ജാഫർ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. റലിയ മാം സൂപ്പർ സെഷൻ ആയിരുന്നു. ലൈക്ക് മാത്സ് മാത്രമല്ല മാം കുറച്ച് മോട്ടിവേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ലൈക്ക് മാം പറഞ്ഞില്ലേ, കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ്. ശരിയാണ്, ഞാൻ മോളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, മാത്സ് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യണമെന്നത്. കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ട് പോയാൽ ആ ഒരു മാത്സിൽ ഒരു ഹോൾഡ് കിട്ടും. അല്ലാതെ എക്സാമിന്റെ പ്രീവിയസ് ഡേ ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല, മാത്സ് കണ്ടിന്യൂസ് ചെയ്യണം. പിന്നെ ടൈം ബ്ലോക്ക് ചെയ്യുന്നതും, അരമണിക്കൂർ ടൈം ബ്ലോക്ക് ചെയ്താലും നല്ല ഇതില് നല്ല അതെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് മാം പറഞ്ഞത്. ലൈക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, പിന്നെ വിഷ്വലൈസ് ചെയ്യാനും പറഞ്ഞു. എന്റെ ടോപ്പിക്കാണ് അതെ, മാത്സ് എക്സാം ഈസി. വിഷ്വലൈസേഷൻ നമ്മളെ ട്രെയിനേഴ്സ് മാത്സ് പറയുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ. ട്രെയിനേഴ്സ് പറയുന്ന ടോപ്പിക്കാണ്. മാത്സ് ഈസി സബ്ജക്റ്റ് ആണ്, എപ്പോഴും കുട്ടികൾ വിഷ്വലൈസ് ചെയ്യണം. കുട്ടികൾക്കെല്ലാം ഇതുള്ള മൈൻഡ് സെറ്റ് മാത്സ് ഡിഫിക്കൽട്ട് ആണ്, പഠിക്കാൻ കുറേ ഉണ്ടെന്ന്. അത് മാറ്റിയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് they should visualize that maths ഒരു ഈസി സബ്ജക്റ്റ് ആണ്, അത് നമുക്ക് പറ്റും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അതെ കൊണ്ടുവരുത്തണം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ബോത്ത് മാത്സ് ആൻഡ് മോട്ടിവേഷൻ രണ്ടും മിക്സ് ചെയ്ത ക്ലാസ് ആയിരുന്നു. നല്ലതായിരുന്നു. അതെ, താങ്ക് യു സജിത, താങ്ക് യു സോ മച്ച്. ഉം. അത് മദീഹ ആരാണ്? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, എന്റെ ചെയ്യട്ടെ? ശരി, ഓക്കെ. താങ്ക് ഓക്കെ, യു. താങ്ക് യു ആ സോ ആൻറ്റി, മച്ച്. താങ്ക് യു. Thank you.